ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഒരു പതിപ്പ് തയ്യാറാക്കിയാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഉള്ളടക്കം: ആമുഖം, റിപ്പബ്ലിക് ദിന ചരിത്രം, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിന ആശംസകൾ, റിപ്പബ്ലിക് ദിന പ്രസംഗം, റിപ്പബ്ലിക് ദിന ക്വിസ്, അംബേദ്കർ ജീവചരിത്രം. ആമുഖം: 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ദിന ചരിത്രം: 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അന്നാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടി. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ നിയമങ്ങൾ നിലനിന്നിരുന്നത്. അതിനാൽ ഇന്ത്യ സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കി. ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ശ്രീ രാജഗോപാൽ ആചാര്യായിരുന്നു ഗവർണർ ജനറൽ. 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ: ഈ ദിനത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സൈനികർ ഈ ദിവസം പരേഡ് നടത്തുന്നു. സൈനിക പരേഡ് ആരംഭിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ്. പിന്നീട് ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഈ സമയം സല്യൂട്ട് സ്വീകരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും പ്രദർശിപ്പിക്കപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തെ ഗവർണർ ഈ ദിനം പതാക ഉയർത്തുകയും ചെയ്യുന്നു. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ്. റിപ്പബ്ലിക് ദിനത്തിനു ശേഷമുള്ള 3-ാം ദിവസമായ ജനുവരി 29-നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. റിപ്പബ്ലിക് ദിന ആശംസകൾ: റിപ്പബ്ലിക് ദിന പ്രസംഗം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ജനുവരി 26. നമ്മുടെ രാജ്യം 76-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായെങ്കിലും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ വർണ്ണശബളമായ ആഘോഷ പരിപാടികൾ നടത്തുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത്. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും നിരവധി സാംസ്കാരിക പരിപാടികളും ചടങ്ങുകളും പതാക ഉയർത്തലും സംഘടിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അസാധാരണമായ വൈവിധ്യവും ഏകത്വവും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒന്നിക്കാം. നമ്മുടെ മഹാനായ നേതാക്കളുടെ കാൽപ്പാടുകൾ പിന്തുടരാനും നമ്മുടെ രാഷ്ട്രത്തെയും അതിൻ്റെ പതാകയെയും സംരക്ഷിക്കാനും നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം. റിപ്പബ്ലിക് ദിന ക്യൂസ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവൻ.
റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. വിജയ് ചൗക്ക്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര്? രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ജനക്ഷേമ രാഷ്ട്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇന്ത്യൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ ജീവചരിത്രം. ഡോക്ടർ BR അംബേദ്കർ എന്നറിയപ്പെടുന്ന ഭീംറാവു റാംജി അംബേദ്കർ 1891 ഏപ്രിൽ 14 ഇന്ത്യയിലെ മുഹൌവിലെ ഒരു ദളിത് മഹർ കുടുംബത്തിലാണ് ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 17-ാം വയസ്സിൽ അദ്ദേഹം മെട്രിക് പരീക്ഷ പാസ്സായി കോളേജിൽ ചേർന്നു. 1913 അംബേദ്കർ ഉന്നത വിദ്യാഭ്യാസത്തിനായി ന്യൂയോർക്കിലെത്തി. 1915 അമേരിക്കയിലെ പ്രശസ്തമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പിന്നീട് ഗവേഷണ ബിരുദവും നേടി. പിന്നീട് 1916 ഒക്ടോബറിൽ ലണ്ടനിൽ എത്തിച്ചേർന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. പിന്നീട് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തി ഇന്ത്യയിലേക്ക് മടങ്ങി. സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനവും ഗവേഷണവും തുടർന്നു. 1926 അദ്ദേഹം ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1936 അംബേദ്കർ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. 1947 അംബേദ്കർ ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി. കൂടാതെ ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചു. 1952 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അംബേദ്കർ പരാജയപ്പെട്ടെങ്കിലും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1956 ഡിസംബർ 6 അംബേദ്കർ 65-ാമത്തെ വയസ്സിൽ അന്തരിച്ചു.